സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ഷുക്കൂർ വർഷമേറെയായി ഓട്ടോ ഓടിച്ചാണ് 5 മക്കളടങ്ങുന്ന കുടുംബത്തെ പോറ്റിയിരുന്നത്. അങ്ങനെയിരിക്കെ 2003-ൽ 8 മാസം ഗർഭിണിയായിരുന്ന ഭാര്യ ഷഹബാനത്തിന്റെ തലയിൽ തേങ്ങ വീണു. അന്നു മുതൽ കിടപ്പിലായ ഷഹബാനത്തിനെയും മക്കളെയും പൊന്നുപോലെ നോക്കി വരികയായിരുന്നു അബ്ദുൾ. എൻ്റെ ഭാര്യയുടെ അസുഖം എൻ്റെ ഇളയ മോൾക്കുമുണ്ട്. ഈ അസുഖം റിയാക്ഷനായി, പ്രസവ ടൈമിൽ വെച്ച് റിയാക്ഷൻ ആയതുകൊണ്ട് രണ്ടുപേർക്കും, ഇവിടെ നിന്ന മോൾക്കും എൻ്റെ ഈ ഭാര്യയ്ക്കും ഒരേ രൂപത്തിലുള്ള സെർബറൽ അട്രോഫി എന്ന് പറയുന്ന രോഗമാണ്. മൈൽഡ് ഡിഫ്യൂസ് സെർബറൽ അട്രോഫി എന്ന് പറയുന്ന രോഗം കേരളത്തിലെ 3.25 കോടി ജനങ്ങൾക്കിടയിൽ അപൂർവം ഉണ്ടാകുന്ന രോഗമാണിത്. ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മൂത്ത മകന് തലച്ചോറിൽ രോഗം ബാധിച്ച് 2021-ൽ മരണപ്പെട്ടു. 4 പെൺമക്കൾക്കും അപൂർവ രോഗം പിടിപെട്ടു. ഒരാൾക്ക് തലയിൽ വെള്ളക്കെട്ടും പഴുപ്പും പടരുന്ന അപൂർവ രോഗം. രണ്ടാമത്തെ മകൾക്കും കുട്ടികൾക്കും തലച്ചോറിന് രോഗം. ഇതിനിടെ ഒരു സ്വകാര്യ സ്ഥാപനം നൽകി വരുന്ന ധനസഹായം ഏറ്റുവാങ്ങാൻ പോകും വഴി അബ്ദുൾ ഷുക്കൂറിന്റെ ഓട്ടോ മറിഞ്ഞു. അവിടെയും വിധി തളർത്തുകയായിരുന്നു. അപകടത്തിൽ ഷുക്കൂറിന്റെ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റു. ഹൃദയത്തിനും തകരാറുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കുടുംബത്തിലെ എല്ലാവരെയും പോറ്റിയിരുന്ന ഷുക്കൂറിന് ഇന്നൊരു നേരത്തെ അന്നം വാങ്ങാനോ വാടക കൊടുക്കാനോ കഴിയുന്നില്ല. ഒരു കുടുംബത്തിൽ 4 പേരാണ് ചികിത്സയിലുള്ളത്. ഈ ചികിത്സയിലുള്ള ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഈ 4 പേര് എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. 4 പേർക്കും മരുന്നിന് മാത്രം 45,000 രൂപയുടെ മുകളിൽ ചിലവാണ്. പിന്നെ ആഹാരം, വാടക, മറ്റുള്ള കറണ്ട്, ഗ്യാസ്, അത് ഇതെല്ലാം കൂടെ 75,000-80,000 രൂപ വേണം. നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സുഹൃത്തുക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തിലാണ് ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഈ തുക കൊണ്ട് മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പറ്റാത്ത അവസ്ഥയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.